إن الحمد لله وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ബഖറ 166 ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഇത് തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ, പിമ്പറ്റിയവർ പിമ്പറ്റപ്പെട്ടവരിൽ നിന്നും, പിമ്പറ്റിയവരെ പിമ്പറ്റപ്പെട്ടവർ അവരിൽ നിന്നും ഒഴിഞ്ഞുമാറുന്ന സന്ദർഭം. അല്ലദീന തുബിഉ, പിമ്പറ്റപ്പെട്ടവർ, മിനല്ലദീന തബഉ, പിമ്പറ്റിയവരിൽ നിന്നും. ഇത് തബറ, അവർ വിട്ടുമാറി പോകുന്ന സന്ദർഭം. വറഅഉൽ അദാബ്, അവർ ശിക്ഷ നേരിൽ കാണുകയും ചെയ്യുന്ന സന്ദർഭം. വതഖത്തഉ, മുറിഞ്ഞു പോകുന്ന സന്ദർഭം. ബിഹിമുൽ അസ്ബാബ്, അവരിൽ നിന്നും കാരണങ്ങൾ മുറിഞ്ഞു പോകുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ മഅ്ശറ വൻസബയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ശിർക്കും കുഫറും പ്രചരിപ്പിച്ച് അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കി അല്ലാഹുവല്ലാത്ത അള്ളാഹുവിന്റെ സൃഷ്ടികളെ ആരാധിക്കാൻ കൽപ്പിച്ച ശയാത്തീങ്ങളും, അത് മനുഷ്യരിൽപ്പെട്ടവരാണെങ്കിലും ജിന്നുകളിൽപ്പെട്ട ശയാത്തീങ്ങളും, അത് രണ്ടുപേരും ഈ പിമ്പറ്റപ്പെട്ട ആൾക്കാരിൽ നിന്നും, ഈ പിമ്പറ്റപ്പെട്ടവരിൽ നിന്നും അവർ ഒഴിഞ്ഞുമാറി നടന്നു. അവര് പറയും, ഇനി നിങ്ങളുമായി ഞങ്ങൾ യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്. അള്ളാഹുവിന്റെ ശിക്ഷ നേരിൽ കാണുമ്പോൾ അവർ പറയും, അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് ഇബ്ലീസ് പോലും പറയും. അങ്ങനെ ഇവരിൽ നിന്നും അവർ പൂർണ്ണമായി വിട്ടുമാറിക്കളയും. അപ്പൊ ഇവർക്ക് ആരും ആശ്രയമില്ല. ദുനിയാവിൽ വെച്ചുകൊണ്ട് അവരുടെ പലതരത്തിലുള്ള വശീകരണങ്ങൾക്കും തന്ത്രങ്ങൾക്കും വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ച മുഴുവൻ ആൾക്കാരും മത്സരത്തിൽ വെച്ച് പെട്ടുപോകും. അല്ലാഹു പറയാണ്, അവരിൽ നിന്നും മുറിഞ്ഞു പോകുന്നതാണ്. അൽ-അസ്ബാബ്, ബന്ധങ്ങൾ മുറിഞ്ഞു പോകും, കാരണങ്ങൾ മുറിഞ്ഞു പോകും, പിന്നെ ഒരു ബന്ധം ഉണ്ടാവില്ല. മനസ്സിലായി? അങ്ങനെ അവർ ആരെയും ആശ്രയിക്കാൻ വഴിയില്ലാതെ നിരാശ്രയരായി മാറുന്ന അവസ്ഥയാണ് മനുഷ്യരിൽ ഉണ്ടാകുക. ഇതിനെ സൂക്ഷിക്കണം. ഇതിനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നല്ല നിലയിൽ വിശ്വാസം സ്ഥിരപ്പെടുത്തണം. നല്ല നിലയിലുള്ള കർമ്മങ്ങൾ നിങ്ങൾ അനുഷ്ഠിച്ച് അതിൽ നിലകൊള്ളണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉദ്ദേശിക്കുന്നത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്താൻ ഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.